മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീട് വെക്കുന്നവരൊക്കെ ആലോചിച്ച് സമയം കളയുന്നൊരു സംഭവമാണ് എങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് വയറിങ് ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ചിലവ് കുറച്ച് നമുക്ക് വയറിങ് ചെയ്യാനുള്ള 5 ഐഡിയകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ വർക്കാണ്. ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, അതുപോലെ വീടായാലും എന്തായാലും ചിലവ് കുറച്ച് നമുക്ക് വയറിങ് ചെയ്യാനുള്ള 5 മെത്തേഡുകളുണ്ട്. അത് നമ്മൾ കറക്റ്റ് നോക്കി ചെയ്താൽ തന്നെ പരമാവധി ചിലവ് കുറക്കാനും കഴിയും, മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വയറിങ് ചെയ്യാനും കഴിയും. ഇപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക്കലിൻ്റെ വർക്ക്, ഈ ടെക്സ്റ്റൈൽസിലെ വർക്ക് ഏകദേശം വയറിങ് എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജിപ്സം സീലിംഗ് വരുന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ ജിപ്സം സീലിംഗ് വരുന്നുണ്ട്. അതിനുവേണ്ടി ചാനലൊക്കെ അടിച്ചിട്ടുണ്ട്. ചാനൽ നമ്മളെ കോൺഡ്യൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചാനലിൻ്റെ മുകളിലൂടെ കേബിൾ ടൈ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വയറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ ഫ്ലെക്സിബിളൊക്കെ ഫിറ്റ് ചെയ്ത് തൂക്കി ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ടറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ വർക്ക് എടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ വലിയ വലിയ വീടുകളൊക്കെ സീലിംഗ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയാണ് വർക്ക്. അപ്പോൾ ഇതിൻ്റെയും എല്ലാത്തിനും സെയിം ആയൊരു വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതാക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 കാര്യങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഒരു ഡ്രോയിങ് നമ്മൾ തയ്യാറാക്കണം. എവിടേക്കാണോ ലൈറ്റുകൾ വേണ്ടത്, ഫാനുകൾ വേണ്ടത്, അതായത് ഒരു പോയിൻ്റ് പ്ലഗുകൾ, നമ്മൾ മൊബൈൽ ചാർജറിന് പ്ലഗുകൾ വേണ്ടത് എല്ലാം കറക്റ്റ് നമ്മളൊരു ഡ്രോയിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത്ര സ്ഥലത്താണ് വേണ്ടത്. വെറുതെ അനാവശ്യമായിട്ട് ഒരു പ്ലഗുകളോ അതേപോലെ സ്വിച്ചുകളോ ലൈറ്റുകളോ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് വെറുതെ പല വീടുകളും നമ്മൾ കാണാൻ വളരെ വൃത്തികേടായിട്ട് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ അതിന് ശേഷമാണ് നമ്മളൊരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രീഷ്യനെ കൊടുത്തുകൊണ്ട് നമ്മളെ ബിൽഡിംഗ് ആണോ വീടാണോ ഒന്ന് കാണിച്ചു കൊടുത്ത് എവിടേക്കാണ് വേണ്ടതെന്നുള്ളൊരു ഐഡിയ വരുത്തണം. എന്നിട്ട് വേണം നമുക്ക് എത്ര മെറ്റീരിയൽ ആവശ്യം വരും അതിനുള്ളൊരു ലിസ്റ്റ് എടുപ്പിക്കാം. ഏകദേശം എത്ര മെറ്റീരിയൽ വേണം എന്നുള്ള ലിസ്റ്റ് എടുപ്പിക്കണം. അപ്പോൾ ഈ ഇലക്ട്രീഷ്യനെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു പ്ലാൻ, ഇലക്ട്രിക്കൽ പ്ലാൻ വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ. മൂപ്പർക്കും കുറേതായ ഐഡിയകളുണ്ടാവും. അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്വാളിറ്റി. ചിലവ് കുറക്കാമെന്ന് ഇലക്ട്രീഷ്യന്മാരോട് ഫസ്റ്റ് പറയുമ്പോൾ അവർ ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ ഇടുക, ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വാങ്ങും, പ്രൈസ് കുറഞ്ഞത്. ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ക്വാളിറ്റി കുറച്ചിട്ട് ഇലക്ട്രിക്കൽ ചെയ്യാനേ പാടില്ല. അതോടെ നമ്മൾ വർക്കിൻ്റെ ഇത് പോയി. അതാണ് നമ്പർ 3, ക്വാളിറ്റി. വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ വയറ്, കോൺഡ്യൂട്ട്, ബെൻഡ്, അതുപോലെയുള്ള സ്വിച്ചസ്, എല്ലാ മെറ്റീരിയലും ഇലക്ട്രിക്കൽ മെറ്റീരിയൽ DB അടക്കം വരുന്ന എല്ലാ മെറ്റീരിയലും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എർത്തിങ് എല്ലാം ചെയ്യണം. എർത്തിങ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 3ാമത്തെ കേസ് അതാണ്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ പണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇടക്കൊന്ന് വിസിറ്റ് ചെയ്ത് കണ്ട് ആ പ്ലഗ് ഇങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഈ ചുമര് അങ്ങോട്ട് മാറ്റുക എന്നുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രീഷ്യന്മാർ പലപ്പോഴും പറയുന്നൊരു കേസാണത്. മുതലാളി വന്നിട്ട് ആ ചുമരങ്ങ് തട്ടിയെന്ന് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന വിഷയം നമുക്കൊരു ഇലക്ട്രിക്കൽ പ്ലാൻ ഫസ്റ്റ് ഇല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ചേഞ്ചസ് പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വർക്ക് നല്ല ഫിനിഷ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. വർക്ക് നല്ല ഫിനിഷ്ഡ് ആയിരിക്കും. ഫിനിഷ്ഡായ വർക്ക് കിട്ടണമെങ്കിൽ വ്യക്തമായ പ്ലാനാണ് നമുക്ക് വേണ്ടത്. നല്ല വർക്കേഴ്സ്, നല്ല മെറ്റീരിയൽ, ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളുടെ ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റ് കുറയും. മാത്രമല്ല നല്ല ഹൈ ക്വാളിറ്റിയുള്ള വർക്കും ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവസാനം നമ്മൾ ഇലക്ട്രീഷ്യനെ കുറ്റം പറയുന്നൊരു അവസ്ഥ വരിക. അത് അവനാണ് എടുത്തത്, അവന് വർക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന്. എന്ത് വർക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അതിന് ഈ ഒരു സംഭവം ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ നോക്കിയാൽ മതി. ഞാൻ ഒന്നുകൂടി പറയണേ, നമ്പർ 1 നമുക്ക് വ്യക്തമായിട്ട് സിവിൽ ഡ്രോയിങ് നമ്മൾ എന്തായാലും ഉണ്ടാക്കും. ഒരു വീട് വെക്കുന്നതാണെങ്കിൽ സിവിൽ ഡ്രോയിങ് ഉണ്ടാക്കും. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് കൂടി കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കണം. നമ്പർ 1 ഒന്നുകൂടി പറയുന്നതാണ്. 2ാമത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രീഷ്യൻ, നമുക്ക് അറിയുന്ന ഒരാളായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ഫ്ലെക്സിബിളൊക്കെ തൂങ്ങിക്കെടുക്കുന്ന വർക്കുകളാണ്. ഞാനിപ്പോൾ 2ാമത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞു, അതിന് ശേഷം ഓരോ പോയിന്റുകളും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യണം. അപ്പോൾ ക്വാളിറ്റിയുള്ള വർക്കേഴ്സിനെ ഉപയോഗിക്കണം. പിന്നെ മെറ്റീരിയൽസ്
ഇതെല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെയൊക്കെ ഉണ്ടോ വയറിലൊക്കെ കണക്ടർ ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഈ കണക്ടറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അതിൻ്റെ ടെർമിനൽ കറക്റ്റ് നോക്കണം. ഈ കണക്ടറിൻ്റെ തൊട്ടടുത്താണ് 3 ടെർമിനലും ഉണ്ടാവുക. എർത്ത്, ഈ ന്യൂട്രൽ, ഫേസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ചെറുക്ക് തട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്റ്റാൻസ് അതൊക്കെ വളരെ കറക്റ്റ് നോക്കണം. അതുപോലെ ജംഗ്ഷൻ പൈപ്പ് ഒക്കെ ക്വാളിറ്റി ഉള്ള ഇവിടെ നമ്മൾ ഉപയോഗിച്ചുള്ളത് എവർ ഷൈൻ്റെ കോൺഡ്യൂട്ടുകളാണ്. കണ്ടോ ഇവിടെ കണ്ടോ ഒരു പൈപ്പ് ജംഗ്ഷനിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഞാൻ പറഞ്ഞേ, വർക്ക് തുടങ്ങിയ ശേഷം നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം ഇത് ക്ലിയർ ആക്കണം. ഇപ്പോൾ ഇതൊരു രണ്ടാമത് നമ്മളിപ്പോൾ റിവിഷനൊക്കെ ചെയ്യുന്ന പോലെ ഈ വർക്കിന് ശേഷം ഞാനിങ്ങനെ ഓടിച്ച് നോക്കലുണ്ട് എല്ലാ വർക്കുകളും. കാരണം സ്പീഡായി ചെയ്തിങ്ങനെ പോകുമ്പോൾ പല പണിക്കാരുണ്ട്. ജിപ്സത്തിൻ്റെ വർക്കേഴ്സൊക്കെ ഒരുപാടുള്ളതാണ്. അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും. ജിപ്സത്തിൻ്റെ വർക്കുകൾ, അതേപോലെ AC-ൻ്റെ ഡക്റ്റ് അടിക്കുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പൈപ്പുകളൊക്കെ ഇതുപോലെ ഇവിടെ ഇപ്പോൾ 2-3 പൈപ്പുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്രേ അടിക്കാത്തത്. ഒരുപാട് പൈപ്പുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു കേബിൾ ട്രേ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രശ്നം. അപ്പോൾ വീടിൻ്റെ വർക്കിലൊന്നും അങ്ങനത്തെ ഒരു കേസ് വരില്ല. ബിൽഡിങ്ങിൻ്റെ വർക്കുകളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ കണക്ടറൊക്കെ ഇടണം. ഫ്ലെക്സിബിളൊക്കെ നല്ല മെറ്റീരിയലൊക്കെ നല്ല ഇത് തന്നെ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ 10 ആംപിയറിൻ്റെ കണക്ടർ ബാറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 20 mm പൈപ്പുകളാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. വീട് വർക്കിലൊക്കെ നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തായാലും മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നെ വാങ്ങണം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ട് ഇലക്ട്രിക്കലിൻ്റെ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരമാവധി മാക്സിമം നമുക്ക് ചിലവ് കുറക്കാൻ പറ്റും എന്ന് 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക്, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളിപ്പോൾ വീടിൻ്റെ വർക്ക് തുടങ്ങിയവരുണ്ടെങ്കിൽ അതിൻ്റെ ഏത് കമ്പനിയാണെന്ന് നിങ്ങളെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതിനേക്കാളും നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.